ജോയി കൃത്യമായിട്ടൊരു കരാർ തൊഴിലാളിയല്ല. കാരണം ജീവിതമാർഗത്തിന് വേണ്ടി പല സാഹചര്യത്തിലുള്ള വർക്കിന് പോകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു പണിയുമില്ലാത്ത സാഹചര്യങ്ങളിൽ ഇതേപോലുള്ള പണിക്ക് വിളിച്ചു കഴിഞ്ഞാലും പോവും. കാരണം കുടുംബം പോറ്റണമല്ലോ. ജോയി ആശ്രയിച്ചാണ് ജോയിയുടെ കുടുംബം എന്ന് പറയുന്ന അമ്മ മാത്രമാണുള്ളത്. ഒറ്റമുറി ഷീറ്റിട്ട ഒരു വീടാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ദൈനംദിന ജീവിതമാർഗം എന്നുള്ള നിലയ്ക്കാണ് ഈ ഇത്തരം പണിക്ക് പോകുന്നത്. അത് കഴിയുമ്പോൾ ഉള്ള പണിയില്ലാത്ത ദിവസങ്ങളിൽ ആണ് ആക്രി പണിക്ക്, അതായത് ആക്രി സാധനങ്ങളെടുത്ത് വിറ്റ് ഉപജീവനമാർഗം തേടുന്നത്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സൊക്കെ പറയുന്നത് അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ രക്ഷപ്പെട്ട് വരണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ മൊത്തം ആഗ്രഹം. കാരണം അവൻ്റെ അമ്മയ്ക്ക് അവൻ മാത്രമേ ഉള്ളൂ. അധികാരികൾ ഇതേപോലുള്ള അവസ്ഥകൾ എത്തുമ്പോൾ മാത്രം വന്ന് നോക്കുന്ന സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത്. കാരണം അല്ലെങ്കിൽ തന്നെ ഇത്രയും ടൺ കണക്കിന് മാലിന്യം കിടക്കുന്ന ഒരു കനാലിൽ 2 പേർക്ക് ഇറങ്ങി എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇത്തരത്തിൽ ആ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ കരാറുകാർ ഒരു സേഫ്റ്റി പാലിക്കാതെ അല്ലെങ്കിൽ ഇവരുടെ സുരക്ഷ ഒന്നും പാലിക്കാതെ അങ്ങ് ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ തന്നെ അധികാരികൾ അവർക്കെതിരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. അതോടൊപ്പം ഈ കരാർ തൊഴിലായിട്ട് പോകാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? കുറേ കാലമായിട്ടുണ്ട്. ഇതേപോലെ പണി ഉള്ളപ്പോഴും വിളിക്കും ഇവരുടെ. കാരണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മറ്റു പണികൾക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. അവിടെ പോയാൽ 10-200 രൂപ കൂടുതൽ കിട്ടുമെന്നുള്ള അവരുടെ, കാരണം ആവശ്യങ്ങളും നടക്കണ്ടേ, ആ ഒരു സാഹചര്യത്തിലാണ് പുള്ളി പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വിളിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അവരുടെ സേഫ്റ്റി, ഒരു ജീവൻ ഇത്തരത്തിൽ അകപ്പെട്ടു പോകാത്ത രീതിയിലുള്ള സേഫ്റ്റി നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയും ഒരുപാട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഇന്നലെ ഒരുപാട് ലേറ്റായാണ് ഒരു JCB അവിടെ കൊണ്ടെത്തിക്കാനായാലും ഇത്തരത്തിൽ ടണ്ണായിട്ട് കിടക്കുന്ന വേസ്റ്റ് കോരി മാറ്റുന്നതിന് വേണ്ടി ആളുകൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതിലും പോലും അവാന്തം ഒരുപാട് ലേറ്റായാണ് JCB ഉൾപ്പെടെയുള്ളത് വന്നത്. ഇന്ന് ഒരു പ്രതീക്ഷയുണ്ട്, അവൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന.